കുറെ കഴിഞ്ഞ് ഞാൻ പതുക്കെ മുറിയിലേക്കു കടന്നു ചെന്നപ്പോൾ പാത്തുമ്മായുടെ ആടുണ്ട്. എൻ്റെ പെട്ടിപ്പുറത്തിരുന്ന നേന്ത്രപ്പഴം 2 വായിലാക്കിയിരുന്നു. പാത്തുമ്മായുടെ ആട് തന്നെ. ആട് കിഴക്കുവശത്തുള്ള വാതിൽ കൂടി കടന്നതാണ്. അതടയ്ക്കാൻ ആനുമ്മ മറന്നുപോയതുമാണ്. ഞാൻ വിളിച്ചു പറഞ്ഞു, ആനുമ്മ, പാത്തുമ്മ, ഓടിവാ, നിങ്ങളുടെ ആട് ഏത്തപ്പഴം തിന്നുന്നു. ആനുമ്മായും പാത്തുമ്മായും ഓടി വന്നു. ആനുമ്മക്ക് സന്തോഷമായി. അവൾ പറഞ്ഞു, ഇത് ഇത്താത്താടെ ആടാണ്. പോട്ടെ ഇക്കാക്ക. പാത്തുമ്മ ദീനതയോടെ എന്നെ ആശ്വസിപ്പിക്കാനായി പറഞ്ഞു. ഞാൻ 2 മേടിച്ചു തരാം, അതിൻ്റെ വിശപ്പ് കൊണ്ടാ. ആനുമ്മ പറഞ്ഞു, എന്തു തിന്നാലും വിശപ്പ് കെടുവില്ല. എൻ്റെ ആടിൻ്റെ പുല്ല് അത് കട്ടു തിന്നും. പാത്തുമ്മക്ക് സഹിക്കാൻ കഴിയുമോ? പാത്തുമ്മ പറഞ്ഞു, മതി മതി, നിന്റെ ആടിൻ്റെ ഒരു പുല്ല്. ഞാൻ പറഞ്ഞു, സാരമില്ല, നീ കുട്ടികൾക്കെല്ലാവർക്കും ആട്ടുംപാല് കൊടുക്കണം. എങ്ങനെ ഇക്കാക്ക കൊടുക്കുന്നത്? എന്തെല്ലാം ആവശ്യമുണ്ട്. പാല് വിറ്റിട്ടു വേണം ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ വാതിൽ നന്നാക്കാൻ. എന്തു ചെയ്യും? പാത്തുമ്മായും കൊച്ചുണ്ണിയും ഖദീജയും താമസിക്കുന്ന വീടിൻ്റെ വാതിൽ കയറുകൊണ്ട് കെട്ടിവെച്ചിരിക്കുകയാണ്. അത് നന്നാക്കണം. അപ്പോഴോ വീടിനുള്ളിലുള്ള പെണ്ണുങ്ങൾക്കെല്ലാം ഞാൻ പോകുന്നതിന് മുമ്പ് ഒരു നേരമെങ്കിലും വയറു നിറച്ചു ചോറ് കൊടുക്കണം. അതിനു പണം എവിടെ? എൻ്റെ പക്കൽ ഒറ്റ കാശുപോലുമില്ല. ഉണ്ടായിരുന്നത് എല്ലാവർക്കും വീതിച്ചു കൊടുത്തു. വീതിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഒരു മര്യാദയാണ്. നേരു പറഞ്ഞാൽ എല്ലാവരും പിടിച്ചു പറിച്ചു. എന്നിട്ടെന്നെ അങ്ങനെ ഇരുത്തിയിരിക്കയാണ്. ഓർക്കുമ്പോൾ ദേഷ്യം വരും. ഞാൻ എന്തെല്ലാം കൊടുത്തു. രൂപ കൊടുത്തു, പാത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തു, ഗ്ലാസുകൾ വാങ്ങിച്ചു കൊടുത്തു, പെണ്ണുങ്ങൾക്ക് തലയിലിടാൻ തട്ടമുണ്ടുകൾ വാങ്ങിച്ചു കൊടുത്തു. ഇതെല്ലാമായിട്ടും ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല എന്ന മട്ടിലാണ് എല്ലാവരുടെയും പെരുമാറ്റം. ശുണ്ടി അങ്ങനെ മൂക്കത്ത് വന്നിരിക്കയാണ്. അനങ്ങിയാൽ ഞാൻ തട്ടിക്കയറും. അബുവിനെ ചീത്ത പറയും, ഹനീഫയെ ചീത്ത പറയും, അബ്ദുൾ ഖാദറിനെ ചീത്ത പറയും. ഹനീഫയുടെയും അബ്ദുൾ ഖാദറിൻ്റെയും സുലൈമാൻ്റെയും മക്കളെ തല്ലും. പാത്തുമ്മായുടെ മകൾ ഖദീജയെ തല്ലാറില്ല. അവളെ വെളിച്ചത്തൊന്നും കാണാത്തതുകൊണ്ടാണ്. എൻ്റെ ഒച്ച അങ്ങനെ പൊന്തി വരുമ്പോൾ വീടു ശാന്തം. ഞാൻ അങ്ങനെ ഇരിക്കും. പാത്തുമ്മായുടെ ആട് മുറ്റത്ത് നിൽപ്പുണ്ട്. ഉണങ്ങിയ പ്ലാവില തിന്നുകയാണ്. തിന്നു വയറു നിറയ്ക്കട്ടെ. പ്രസവിച്ചാൽ ധാരാളം പാലുണ്ടാവും. സുബൈദ്, റഷീദ്, ഖദീജ, അബി, സൈദു മുഹമ്മദ്, പാത്തുക്കുട്ടി എന്നിവർ കുറേശ്ശെ പാല് കുടിക്കുന്നത് നന്ന്. പക്ഷേ പാല്, നെയ്യ് ഇതൊന്നും എൻ്റെ വീട്ടിൽ ആരും ഉപയോഗിക്കാറില്ല. നെയ്യ് ഞാൻ തിന്നുന്നുണ്ട്, പാല് ഞാൻ കുടിക്കുന്നുണ്ട്. എൻ്റേത് ഒരു സ്പെഷ്യൽ കേസാണവിടെ. നെയ്യുടെയും പാലിൻ്റെയും സംഗതി പറഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഓർമ്മ വരുന്നത്. ഒരു 10-25-30 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണ്. മക്കളായി ഞാനും അബ്ദുൾ ഖാദറും ഖനീഫയും പാത്തുമ്മായും മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ആനുമ്മയെ അന്നുമ്മ പെറ്റിട്ടുണ്ടോ എന്നു സംശയം. അബു തീരെ ഇല്ലായിരുന്നു. വീട്ടിൽ പശുക്കറവയുണ്ട്. പാലും തൈരും സുലഭം. വാപ്പാക്കന്ന് വഞ്ചി കച്ചവടമായിരുന്നു. തടിക്കച്ചവടത്തിനിടയ്ക്ക് മലകളിൽ നിന്ന് തടി വെട്ടിവെച്ച് അവിടെ വെച്ചു തന്നെ വഞ്ചിയാക്കി നദികളിലൂടെ പറ്റം പറ്റമായി കൊണ്ടുവന്ന് ഉള്ളാടന്മാരെ കൊണ്ട് ചെത്തിച്ച് മൊത്തക്കണക്കിൽ വലിയ സംഖ്യയ്ക്ക് കൊച്ചിയിൽ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു പതിവ്. അന്നു വീട്ടിൽ എപ്പോഴും നെയ്യുണ്ടായിരിക്കും. മഞ്ഞരാശിപ്പിൽ വലിയ മണത്തരികൾ പോലുള്ള നെയ്യ്. അതൊരു വലിയ പളുങ്കുഭരണി നിറയെ അങ്ങനെ ഇരിക്കയാണ്. കുടയത്തൂർ മലകളിലെ കുറന്തോട്ടി തിന്ന് അങ്ങനെ വളർന്ന പശുവിൻ്റെ നെയ്യാണത്. ഇങ്ങനെ പാപ്പ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. നെയ്യ് ഭരണിയുടെ അടുത്തുതന്നെ പളുങ്കുഭരണിയിൽ പഞ്ചസാരയുമുണ്ട്. രണ്ടും മൂലപ്പകയിലാണ്. ചോറിലും പലഹാരത്തിലുമൊക്കെ ചേർത്ത് നെയ്യ് അങ്ങനെ കഴിക്കാറുണ്ട്. ആ കാലത്ത് പാപ്പായുടെ കൈകൊണ്ട് ഞാൻ ധാരാളം തല്ലുകൊള്ളുമായിരുന്നു. അബ്ദുൾ ഖാദറിനു തല്ലു തീരെയില്ല. എനിക്കു മാത്രം സുലഭമായി തല്ല്. ചിലപ്പോൾ കാരണം കാണും, ചിലപ്പോൾ കാരണം കാണുകില്ല. അച്ഛനമ്മമാർ മക്കളെ തല്ലും, അമ്മമാരും തല്ലും. ഓ,
എൻ്റെ ഉമ്മായും എന്നെ തല്ലിയിട്ടുണ്ട്. കയലിൻ്റെ കണ വെച്ച് അടിച്ചടിച്ചെന്നെ അടുക്കളയിൽ നിന്ന് ഓടിച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തിന്നണം. അടുക്കളയിൽ കയറി വല്ലതുമൊക്കെ കൈയിട്ട് വാരി തിന്നും. അങ്ങനെ അബ്ദുൽ ഖാദറും തിന്നിട്ടുണ്ട്. പക്ഷേ ആരും വിശ്വസിക്കയില്ല. അവൻ കട്ടു തിന്നാലും അതു ഞാനാണ്. അടി എനിക്കു തന്നെ. അന്നൊരു നാളിൽ കാലത്തെ ചായയ്ക്കും ഉച്ചയൂണിനും ഇടയുള്ള ശുഭമുഹൂർത്തം. വിശപ്പ് കുറേശ്ശെ തോന്നിത്തുടങ്ങുന്നുണ്ട്. ലഘുവായി എന്തെങ്കിലുമൊക്കെ തിന്നാൻ പറ്റിയ സമയമാണ്. അടുക്കള ഭാഗത്തേക്കു ഞാൻ ചെന്നു. അവിടെ ഉമ്മായുണ്ട്, വേലക്കാരിയുമുണ്ട്. വേലക്കാരിയുടെ പേര് നങ്ങേലി എന്നാണ്. ഈ നങ്ങേലിയും എന്നെ തല്ലി ഇട്ടോടിച്ചിട്ടുണ്ട്. ഞാൻ കൊച്ചയജമാനനാണ്. കൊച്ചയജമാനനെ വേലക്കാരി തല്ലരുത്. ഈ ന്യായം എവിടെ നടപ്പില്ല. ഉമ്മായോട് പറഞ്ഞാൽ നന്നായിപ്പോയി, നീ കൈയിട്ടു വാരിയിട്ടല്ലേ എന്നു പറയുകയേ ഉള്ളൂ. പോരെങ്കിൽ ഈ നങ്ങേലിയുടെ മുല ഞാൻ കുടിച്ചിട്ടുണ്ടുമത്രേ. അനേകം സുന്ദരികളായ മഹിളരത്നങ്ങളുടെ മുല ഞാൻ കുടിച്ചിട്ടുണ്ട്. ഉമ്മായും മറ്റും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കണ്ട പെണ്ണുങ്ങളുടെ എല്ലാം മുല കുടിക്കുകയോ? ഈ ഞാനോ? ഛേ! അങ്ങനെ പിന്നെ ഞാൻ ആലോചിച്ചു, ഒരു പച്ചമാങ്ങ കടിച്ചു തിന്നുകളയാം. പക്ഷേ അതും കിട്ടാൻ വഴിയില്ല. നങ്ങേലി പറയും, കുറേ നേരം അങ്ങനെ വിശന്നിരി, ഇപ്പ ഉണ്ണാം, അല്ലെങ്കിൽ വേണോ വീക്ക്.